ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേക്ക് വിത്ത് ഷിൻസി. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അതായത് പിങ്ക്, ബ്ലാക്ക് അതുപോലെ തന്നെ വൈറ്റ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ട് നല്ല അടിപൊളി കളർഫുൾ ഒരു കേക്ക് റെസിപ്പിയാണ് പിങ്ക് സീബ്ര കേക്ക്. അപ്പം എന്തായാലും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം നമ്മൾ ആദ്യം എല്ലാ കേക്കും ചെയ്യുന്ന പോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഒന്ന് സേവ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള മൈദ, പൊടിച്ച പഞ്ചസാര, പിന്നെ ബേക്കിംഗ് പൗഡർ, ഇത് മൂന്നും കൂടെ ഒന്ന് സേവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 തവണയെങ്കിലും സേവ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്, പക്ഷെ സ്റ്റെപ്പിൽ വരുന്ന കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നതെല്ലാം ഹാഫ് പോർഷൻ വെച്ചിട്ടാണ്. അതായത് സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു ഹാഫ് പോർഷൻ, പിന്നെ ഒരു മുട്ട ആഡ് ചെയ്തു, എന്നിട്ട് ബീറ്റ് ചെയ്തു. വീണ്ടും നമ്മൾ ബാക്കി പോർഷൻസും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു മാവ് പോലെയാണ് വരിക. പിന്നെ പാലും കൂടെ നമ്മളിങ്ങനെ ഹാഫ് പോർഷൻ ആക്കി ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളി കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ബീറ്റ് ചെയ്തു. പിന്നെ ഫൈനലായിട്ട് വാനില എസൻസ് കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരേ സൈഡിലേക്ക് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാറ്റർ റെഡിയായി. ഇനി ഇതൊരു 3 ബൗളിലേക്ക് ഈക്വൽ ആയിട്ട് മാറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ പിങ്ക് സീബ്ര കേക്കാണ്. അപ്പോൾ നമുക്ക് പിങ്ക്, ബ്ലാക്ക്, വൈറ്റ് കളറ് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം ബ്ലാക്ക് കളറ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ബൗളിലേക്ക്. പിന്നെ വൈറ്റ് കളറും നമുക്ക് ഇതുപോലെ അവൈലബിൾ ആണ്. അതില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബാറ്റർ കുറച്ച് മാറ്റി വെച്ചിട്ട് അതുപോലെ തന്നെ യൂസ് ചെയ്താൽ മതി. പെർഫെക്റ്റ് വൈറ്റ് അല്ലെങ്കിലും ഒരു ക്രീം കളറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ബ്ലാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് പിങ്ക് കളറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഞാനിവിടെ 3 കളേഴ്സും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു മോൾഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ബട്ടർ പേപ്പർ വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് മോൾഡ്. അപ്പോൾ ഇതിലേക്ക് ഇനി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വൈറ്റാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ സ്പൂണ് തന്നെ എടുക്കുക. പിന്നെ ബ്ലാക്ക് ആണ്, അപ്പോൾ അതിനും കുറച്ച് കുറഞ്ഞിട്ടുള്ള ഒരു സ്പൂണ് യൂസ് ചെയ്യുക. പിന്നെ പിങ്ക് വരുമ്പോൾ കുറച്ചും കൂടി ചെറിയ സ്പൂണ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 3നും കൂടെ ഒരു സ്പൂൺ യൂസ് ചെയ്യരുത്, അതായത് ഒരു മെഷറിൽ വരുന്ന സ്പൂണ് യൂസ് ചെയ്യരുത്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു മെഷർമെൻ്റ് ഒക്കെ റെഡി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ മോൾഡ് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ മോൾഡൊക്കെ അവിടെ ഫില്ല് ചെയ്തു. ഇനി ഒരു 10 മിനിറ്റ് ഇത് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ 35 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒന്ന് ടാപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ സ്പോഞ്ചി ആയിട്ട് തന്നെയാണ് കേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നോർമലി നമ്മളൊരു കേക്ക് കവർ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഇതും ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ലെയറായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിതിൻ്റെ മനസ്സിലാവും, അതായത് അകത്ത് നമ്മൾ എങ്ങനെയാണോ ബാറ്റർ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. മിക്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കുക. വെച്ച് കൊടുത്തിട്ട് ടോട്ടലായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേക്ക്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു ടൈമിൽ മുകളിലായിട്ട് വെക്കാനുള്ള ഫോണ്ടന്റ് ഷീറ്റ് ഉണ്ടല്ലോ, അതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സീബ്ര കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലാക്ക് ഫോണ്ടൻ്റ് ആണ് ആവശ്യം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് ബ്ലാക്ക് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അത്യാവശ്യം തിന്നിലൊന്ന് പരത്തിയെടുക്കുക.
അപ്പോൾ ഇങ്ങനെ പരത്തി എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നാണ് നമ്മൾ ഷേപ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തായാലും കോൺ ഷേപ്പിലൊക്കെ നമുക്ക് അങ്ങനെ ഓരോ ഷേപ്പൊക്കെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കേക്കിൻ്റെ മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിവിടെ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസസ് ഒക്കെ തന്നെയും കേക്കിൻ്റെ മുകളിലായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോണ്ടന്റിൻ്റെ പരിപാടി ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഷേപ്പൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എന്തായാലും പിങ്ക് സീബ്ര കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ വേണം. അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്ലവർ സൈഡിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് പിങ്ക് സീബ്ര കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂഷ്വലി യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഒരു ഡിഫറെൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണിത്. ഇനിയിപ്പോൾ പെട്ടെന്നൊക്കെ ഒരു തീം ബേസ്ഡ് കേക്ക് ഉണ്ടാക്കേണ്ടി വന്നാലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പിങ്ക് സീബ്ര കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. Thanks for watching.